പ്രധാനപ്പെട്ട ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഒന്ന്, ഓപ്പറേഷൻ എബ്രൈസ്. 1965 ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇൻഡോ പാക് വാർ, അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനാണ് ഓപ്പറേഷൻ എബ്രൈസ്. അതുപോലെ ഓപ്പറേഷൻ റിഡിൽ 1965 സെപ്റ്റംബറിലെ ഇൻഡോ പാക് വാറാണ് ഓപ്പറേഷൻ റിഡിൽ. അതുപോലെ ഓപ്പറേഷൻ മേഘദൂത് 1984 സിയാച്ചിൽ നടന്ന സംഘർഷമാണ് ഓപ്പറേഷൻ മേഘദൂത് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഓപ്പറേഷൻ രാജീവ്, അത് 1987 സിയാച്ചിൽ നടന്നതാണ് ഓപ്പറേഷൻ രാജീവ്. അതുപോലെ ഓപ്പറേഷൻ വിജയ്, അത് രണ്ടുണ്ട്. ഓപ്പറേഷൻ വിജയ് 1961 ഗോവ, ഡാമൻ ഡ്യൂ ഇതെല്ലാം നമ്മൾ നേടിയെടുത്തത് ഓപ്പറേഷൻ വിജയ് ആണ്. അതുപോലെ തന്നെ 1999 കാർഗിൽ യുദ്ധം, അതും ഓപ്പറേഷൻ വിജയ് ആണ്. അതുപോലെ ഓപ്പറേഷൻ സഫേർ സാഗർ, ഓപ്പറേഷൻ സഫേർ സാഗർ 1999 കാർഗിലിലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അറ്റാക്കാണ്. ഓപ്പറേഷൻ സഫേർ സാഗർ 1999 കാർഗിൽ തന്നെ, പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അറ്റാക്കാണ് സഫേർ സാഗർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ പരാക്രം 2001 ഇന്ത്യൻ പാർലമെൻറ്റ് അറ്റാക്കിനോടനുബന്ധിച്ച് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പരാക്രം. ദാറ്റ് വാസ് ഇൻ 2001. അതുപോലെ ഓപ്പറേഷൻ ബന്ദർ 2019 ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം ഉണ്ടായതാണ് ഓപ്പറേഷൻ ബന്ദർ. അതുപോലെ നമുക്ക് എല്ലാവരും ഇപ്പോൾ അറിയാവുന്നതാണ് ഓപ്പറേഷൻ സിന്ധു, അത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഉണ്ടായ ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷനാണ്. ഇത്രയും ഓപ്പറേഷൻസ് നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഷാൽ ഹെൽപ്പ് ഇൻ റൈറ്റിംഗ് UPSC SSC examinations.